അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ അപ്പീൽ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹർജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായി തന്നെ എതിർക്കും. ഇഡിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആകുമെന്ന് ഹാജരാവുക. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഈ റെയ്ഡിൽ ലഭിച്ച തെളിവുകൾ, അതുപോലെ ED ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആക്രമണം, ഇതെല്ലാം ഇന്ന് കോടതിയെ സംഘം അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് നമ്മൾ കോടതിയിൽ പ്രതീക്ഷിക്കേണ്ടത്? ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായ നീതിനിഷേധം ഉണ്ടായി. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഹർജിയിൽ വിശദമായ വാദം കേൾക്കണം എന്നുള്ളതാണ് CMRLന്റെ ആവശ്യം. നേരത്തെയുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്, ED അന്വേഷണം തുടരാമെന്ന ഉത്തരവ് സ്റ്റേ ചെയ്ത് ഞങ്ങളെ കേൾക്കണം എന്നുള്ളതാണ് CMRL മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. അതിനിപ്പോൾ കോടതി എങ്ങനെയാണ് പരിഗണിക്കാൻ പോകുന്നത് ഏറെ ശ്രദ്ധേയമായിരിക്കും. 7B കോടതിയിൽ 5ാമത്തെ ഐറ്റമായാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ CMRLന് വേണ്ടി സിദ്ധാർത്ഥ് ലൂത്ര അടക്കമുള്ള അഭിഭാഷകർ ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. ഇത്തവണയും സുപ്രീം കോടതി അഭിഭാഷകരെ പ്രതീക്ഷിക്കുന്നുണ്ട്. EDക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ നേരിട്ട് ഹാജരാകാനുള്ള സാധ്യതയാണുള്ളത്. ED അതിശക്തമായി തന്നെ ഈ അപ്പീൽ ഹർജിയെ എതിർക്കാനുള്ള തീരുമാനത്തിലാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ വിപുലമായൊരു റെയ്ഡ് ED നടത്തിയിട്ടുണ്ട്. ആ റെയ്ഡിന്റെ വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ആവശ്യകത, ഈ ക്രൈമിന്റെ സ്വഭാവം, ഇതെല്ലാം തന്നെ ED ഇന്ന് കോടതിയിൽ ഔദ്യോഗികമായി അറിയിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം അന്വേഷിക്കാൻ അല്ലെങ്കിൽ റെയ്ഡുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്താൻ എത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ ആക്രമണത്തെക്കുറിച്ചും ED കോടതിയെ അറിയിക്കും. അതിൽ ജാമ്യം തള്ളിയ ഉത്തരവ് നമുക്ക് മുൻപിലുണ്ട്. ഗുരുതരമായ നിരീക്ഷണങ്ങളാണ് സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. രാജ്യത്തിനെതിരെയുള്ള കുറ്റകൃത്യം തുടങ്ങിയ നിരീക്ഷണങ്ങളൊക്കെ ആ ഉത്തരവിലുണ്ട്. സ്വാഭാവികമായും അക്കാര്യങ്ങളും ED ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്റ്റേ ചെയ്ത്, അതായത് നേരത്തെ CMRLന്റെ ആവശ്യം പോലെ തന്നെ നേരത്തെയുള്ള വിധി സ്റ്റേ ചെയ്തുകൊണ്ട് ഈ അപ്പീൽ വാദം കേൾക്കാനാണ് ഹൈക്കോടതി മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് CMRLന് ഒരു താൽക്കാലിക ആശ്വാസമാണ്. അത് EDയുടെ തുടർ നടപടികൾക്കൊക്കെ വലിയ താമസം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ല മറ്റൊരു തീരുമാനത്തിലേക്കാണ് ഈ ഹൈക്കോടതി പോകുന്നതെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം വളരെ സുഗമമായി തന്നെ മുന്നോട്ട് പോകും. വീണ ടീക്കടക്കം നോട്ടീസ് നൽകുന്ന നടപടിയിലേക്ക് കടക്കും ED എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നത്തെ കോടതി നിലപാടറിഞ്ഞ ശേഷമായിരിക്കും ED അന്വേഷണത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ED അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. ദിൽന, CMRL കേസിൽ ഇന്ന് വളരെ നിർണായകമാണ്. കോടതി എന്ത് നിലപാടെടുക്കും എന്നത് കാത്തിരുന്ന് തന്നെ കാണണം. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.